നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ലാവ്ലിൻ കേസിന്റെ അന്തിമവാദവും മാറ്റിവെച്ചിരിക്കുകയാണ്. SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഹർജികളിൽ ഇന്നും അന്തിമവാദം തുടങ്ങിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. ഇന്നും നടക്കുകയില്ല എന്നാണ് മനസ്സിലാകുന്നത്. ജഡ്ജിമാരായ സൂര്യകുമാർ, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചിൽ 110 നമ്പർ കേസായിട്ടാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള കേസിൽ വാദം തുടരുകയാണ്. ഇപ്പോൾ 101 നമ്പറായിട്ടാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള കേസ് എടുത്തിട്ടുള്ളത്. ഈ മഹാരാഷ്ട്രയിൽ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും ഈ കേസ് ഏറ്റെടുക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് വ്യക്തമാകുന്നത്. ഇന്നലെയും കേസ് സമയക്കുറവ് കൊണ്ട് മാറ്റിവെച്ചിരുന്നു. ആകെ 40 തവണയാണ് ലാവ്ലിനുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി പൂർണ്ണമായും മാറ്റിവെച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയതിനെ ചോദ്യം ചെയ്ത് CBI സമർപ്പിച്ച ഹർജികളടക്കമാണ് സുപ്രീം കോടതിയിൽ ഉള്ളത്. പന്നിയാർ, ചെങ്കുളം, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ SNC ലാവ്ലിൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ട് എന്നും ഇതുവഴി 86.25 കോടിയുടെ നഷ്ടം സംഭവിച്ചു എന്നുമാണ് കേസ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഊർജ്ജ വകുപ്പ് സെക്രട്ടറി K മോഹനചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തരാക്കിയ 2017 ഹൈക്കോടതി വിധിക്കെതിരായ CBIയുടെ ഹർജിയിലാണ് വാദം ആരംഭിക്കാതെ നീണ്ടു നിൽക്കുന്നത്. വിചാരണ നേരിടണമെന്ന കോടതി വിധിച്ച വൈദ്യുതി ബോർഡ് മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് KG രാജശേഖരൻ നായർ, ബോർഡ് മുൻ ചെയർമാൻ R ശിവദാസൻ, മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരിരംഗ അയ്യർ എന്നിവരുടെ ഇളവ് തേടിയുള്ള ഹർജിയും ഇതോടൊപ്പം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഉണ്ട്. ലാവ്ലിൻ കേസ് പരിഗണിക്കാതെ മാറ്റിവെക്കുമ്പോൾ കേരളം കുറ്റം പറഞ്ഞിരിക്കുന്ന BJP സർക്കാരിനെയാണ്. എന്നാൽ സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു കേസിൽ ഇടപെടാൻ സർക്കാരിന് കഴിയുകയുമില്ല. സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രധാനപ്പെട്ട ഒന്നല്ല ലാവ്ലിൻ കേസ്. അതാണ് കേസിലുള്ള താമസത്തിന് പ്രധാന കാരണം. അതേസമയം ലാവ്ലിൻ കേസ് ഇല്ലാതെയാക്കാൻ വിവിധ തരത്തിലുള്ള ശ്രമങ്ങൾ പിണറായി വിജയൻ നടത്തിയിട്ടുണ്ട്. എന്നാൽ അത്തരം ശ്രമങ്ങൾ വേണ്ടത്ര വിജയിച്ചിട്ടില്ല. BJPയുടെ വക്താവായിരുന്ന ഈ നുപൂർ ശർമ്മയെ മലർത്തിയടിച്ച് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ ബെഞ്ചാണ് ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത്. പക്ഷേ ഇന്ന് ലാവ്ലിൻ കേസ് പരിഗണനയിൽ എടുക്കില്ല.